മുത്തശ്ശി ഇതെന്തെങ്കിലും ആലോചിക്കുന്നേ? കുറെ നേരമായല്ലോ. ആലോചിക്കാനുണ്ട് മക്കളെ. ഈ സാറ് എന്തിനാ നിങ്ങളുടെ പുറകെ ഇങ്ങനെ കൂടിയിരിക്കുന്നേ? അതില് സംശയം എന്താ? ചന്ദ്രശേഖരൻ പറഞ്ഞിട്ട്. ഏയ് അതല്ലേ യശോദേ. അതിനൊക്കെ അപ്പുറത്ത് എന്തോ ഉണ്ട്. കണിമംഗലത്തേക്കുള്ള സാറയുടെ ആദ്യത്തെ വരവിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയതാ. സാറ പറയുന്ന ഓരോ വാചകവും അളന്നു കുറിച്ച് എന്തൊക്കെയോ മനസ്സിൽ വെച്ച് പറയുന്നത് പോലെ. കണിമംഗലം ജപ്തിയാവുന്നു, ചന്ദ്രശേഖരന്റെ കൂട്ടുകാരി വരുന്നു, സഹായിക്കുന്നു. അങ്ങനെ കരുതാൻ എളുപ്പമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് കണിമംഗലത്തെത്താൻ സാറ തീരുമാനിച്ചിട്ട് നാള് കുറേ ആയിന്ന. മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെ കണിമംഗലത്തേക്ക് വന്നു കയറാൻ അവരാരാ? അങ്ങനെ ചോദിച്ചാ എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ അവളുടെ മുഖം എനിക്ക് പരിചിതമാണ്. അങ്ങനെ ആരെയോ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ മനസ്സിന്റെ മറവില് എവിടെയോ അത് കിടക്കുന്നുണ്ട്. മുത്തശ്ശി വെറുതെ ഇരുന്ന് ആലോചിച്ച് ആവശ്യമില്ലാത്ത കഥകളുടെ പുറകെ പോണോ? സാറ ആരാന്നൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുവരെ നിങ്ങൾ കണ്ട ശത്രുക്കളെ പോലെ അല്ല സാറ. ചന്ദ്രശേഖരനേക്കാളും ബെഞ്ചമിനേക്കാളും കൊടും വിഷമുള്ളവളാ. അവൾ അടങ്ങില്ല, ഒരു കാരണവശാലും അടങ്ങില്ല. മുത്തശ്ശി, ദേ അമ്മയുടെ മുഖം കണ്ടോ പേടിച്ചിട്ട്? നീ എന്തിനാ യശോദ ഇങ്ങനെ പേടിക്കുന്നേ? അത് നോക്കാനുള്ള പ്രാപ്തിയൊക്കെ നമ്മുടെ മക്കൾക്കില്ലേ? പിന്നെ നമുക്ക് മനസ്സിൽ തോന്നുന്നത് അവരോട് പറഞ്ഞേ പറ്റൂ. അതവരുടെ നന്മയ്ക്കല്ലേ? ദൈവം കാക്കട്ടെ. വരുൺ, മുത്തശ്ശി ചിന്തിച്ചതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? സാധാരണ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കാറില്ല. പക്ഷേ ഉള്ളിലൊരു പേടി തട്ടിയ പോലെ സംസാരിച്ചത് ശ്രദ്ധിച്ചില്ലേ താൻ? ഇനി മുത്തശ്ശി പറഞ്ഞ പോലെ ഏതെങ്കിലും രീതിയിൽ അവർ കണക്റ്റഡ് ആണോ കണിമംഗലവുമായിട്ട്? നമ്മൾ വിചാരിച്ച എന്തായാലും കണ്ടെത്താൻ പറ്റില്ല. പിന്നെ വരുന്ന പോലെ വരട്ടെ എന്ന് കരുതാം, അല്ലേ?